ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് തന്നെയാണ്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് നല്ല ലാഭകരമായിട്ടുള്ളൊരു സംരംഭം തന്നെയാണ്. കാരണം ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും ആവശ്യകതയും അനുസരിച്ച് ഈ ബിസിനസ് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് മികച്ച പാക്കിങ്ങും ബ്രാൻഡിങ്ങും നടത്തി വിതരണം ചെയ്യാവുന്നതാണ്. ശരിയായ വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഇതിനായി വ്യക്തമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ബിസിനസ്സിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്നത് ഈർപ്പം ഒരുപാട് ചേർന്ന ഭക്ഷണ വസ്തുക്കളാണ്. ഇത് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും എളുപ്പമായിട്ടുള്ളൊരു വസ്തു തന്നെയാണ്. ഉദാഹരണത്തിന് മുന്തിരി, ഈന്തപ്പഴം, അത്തിപ്പഴം, ഏത്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവയെല്ലാം നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഗണത്തിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്നതാണ്. ഇതിനേറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണമെന്നുള്ള ഒരു ഖ്യാതി ഇതിന് നേടിക്കൊടുത്തിട്ടുണ്ടത് മനുഷ്യരിൽ ഇതിൻ്റെ താല്പര്യം വർദ്ധിക്കാനും നല്ല നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ആകർഷകമായിട്ടുള്ളൊരു പാക്കിംഗ് ഇതിന് അത്യാവശ്യമാണ്. ശരിയായിട്ടുള്ള വിപണന തന്ത്രങ്ങളും നമ്മൾ ഇതിൽ പ്രയോഗിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ വിപണി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിപണിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിനാണ് കൂടുതലും മാർക്കറ്റിൽ ആവശ്യക്കാരുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക. നമ്മൾ എന്തെങ്കിലും ഈ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നല്ല ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം. എങ്ങനെ ചെയ്യണം, എത്രത്തോളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യണം, എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യത്തിനും സാമ്പത്തിക കാര്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു പദ്ധതി നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി നല്ല നിലവാരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എവിടെ ലഭ്യമാകുമെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇതിൻ്റെ നല്ലൊരു ഉറവിടം എവിടെയാണ് കണ്ടെത്തുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ പാക്കേജിങ്ങും ഇതിലെത്രത്തോളം ക്വാണ്ടിറ്റി ചെയ്യണമെന്നുള്ളതും ഇതെങ്ങനെ വിതരണം ചെയ്യണമെന്നുള്ളതും നമ്മൾ വളരെയധികം ആസൂത്രണം ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനാവശ്യമായിട്ടുള്ള വ്യാപാര ലൈസൻസുകളെല്ലാം നമ്മൾ കൃത്യമായി എടുക്കേണ്ടതാണ്. ത്രാസ് അതുപോലുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ ലീഗൽ മെട്രോളജിയുടെ ലൈസൻസും സർട്ടിഫിക്കറ്റുകളും ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തി അത് എടുക്കേണ്ടതാണ്. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും ഇതിന് അത്യാവശ്യമായിട്ട് വരുന്നതാണ്. FSSAയുടെ ലൈസൻസ് എടുക്കുക. ലീഗൽ മെട്രോളജി ലൈസൻസ്, പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസുകളും ഉപയോഗിച്ച് മാത്രമായിരിക്കണം ഇതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കാനെന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അത്യാവശ്യം സ്ഥലങ്ങളും നമ്മളിതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഈ ബിസിനസ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ജനങ്ങളെല്ലാം ഒത്തുകൂടുന്ന, അതായത് ജനനിബിഡമായിട്ടുള്ള ഏതെങ്കിലും മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം. മാർക്കറ്റ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ ദിവസവും ആൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളുടെ പരിസരത്തെല്ലാം ഇതിനുവേണ്ടി നമുക്ക് ഷോപ്പുകൾ തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ പുറകു സൈഡിൽ വാഹനങ്ങളിലെല്ലാം കൊണ്ട് നടന്ന് ഡ്രൈ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതിൽ അവർ ഒരു ത്രാസ് എല്ലാം കൂടെ പോയിട്ടാണ് ഈ ബിസിനസ്സുകളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ആരാധനാലയങ്ങളുടെ സമീപത്തെല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ഇതിനുവേണ്ടി നല്ല ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബിസിനസ് വളരെ നല്ലൊരു ബിസിനസ് തന്നെയാണ്. നല്ല രീതിയിൽ കൊണ്ടുപോയി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. ഇവ കേടാകില്ല, എളുപ്പത്തിൽ കേടാകുന്ന വസ്തുക്കളല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.